മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. മഹാപ്രളയത്തിലടക്കം ഈ നാടിൻ്റെ രക്ഷകരായി മാറിയവർ, ഈ നാടിൻ്റെ രക്ഷയ്ക്കെത്തിയവർ, സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നാടിനും നാട്ടാർക്കും രക്ഷകരായി മാറിയവർ, ആ മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് വലിയ കെടുകാര്യസ്ഥത. അഞ്ചുതെങ്ങിലും വിഴിഞ്ഞത്തും നീണ്ടകരയിലും മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഈ ഒരു വേളയിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ തീരപ്രദേശം സന്ദർശിക്കാത്തതെന്ന് ഫിഷറീസ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഫിഷറീസ് മന്ത്രി ആ ചോദ്യത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന സമീപനമുണ്ടായി. മുഖ്യമന്ത്രിയാണെങ്കിലോ പണ്ടെങ്ങാണ്ടൊരു മന്ത്രി തീരദേശത്ത് പോയ കാര്യം പറഞ്ഞുള്ള പരിഹാസം. ഇതെന്ത് ഭരണ സംവിധാനമാണ്? തീരമാർത്ത് കരയുകയാണ്. കടലിൻ്റെ മക്കൾ എവിടെ? ഈ നാടിൻ്റെ രക്ഷകരായി മാറിയവരെവിടെ? അവഗണനയുടെ വലിയ കയത്തിൽ നിന്നുകൊണ്ട് കടലിൻ്റെ മക്കൾ ചോദിക്കുന്നു, എവിടെ ഗൗതം, എവിടെ ജോൺ, എവിടെ ഷിജിൻ? അതുകൊണ്ട് അധികാരികളെ, നിങ്ങൾ കണ്ണു തുറക്കുക. അടിയന്തരമായിട്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തീരപ്രദേശം സന്ദർശിക്കണം, അവർക്ക് ആശ്വാസമേകണം. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറ്റവും ദ്രുതഗതിയിൽ സർക്കാർ ഇടപെടണം. അവർക്ക് ആശ്വാസമായിട്ട് തീരപ്രദേശം സന്ദർശിക്കണം. അവരെ കണ്ടെത്തി എന്നുള്ള ശുഭവാർത്തയുമായി അടുത്ത ദിവസം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.